ഈ റൂമിൽ നീ എന്ത് ചെയ്തോണ്ടിരിക്കായിരുന്നു നന്ദിനി? എന്റെ ഫോണില് ചാർജ് തീർന്നു പോയി ചേച്ചി. അഖിലേട്ട് എന്റെ ചാർജർ എടുക്കാൻ വന്നതാ. നീ ഫോൺ ചാർജ് ചെയ്യാൻ പോയതാണോ അതല്ല അഖിലിന്റെ കൂടെ? ഞാൻ അപ്പോഴേ വിചാരിച്ചു ഇവളെന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഇതൊക്കെ ചെയ്യുന്നത്. നീ എന്തായി പറയുന്നത് ദമയന്തി? ആ ചെറുപ്പക്കാരനായ ഒരു പയ്യന്റെ മുറിയിലേക്ക് പ്രായപൂർത്തിയായ ഒരു പെണ്ണ് എന്തിനാ കേറിപ്പോയെന്നാ ചോദിച്ചത്. കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം ചേച്ചി. റൂമിൽ അഖിലേട്ടനില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തോ പറ്റി? എല്ലാരും എന്താ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് തന്നെയാ ഇവിടെ സംസാരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞ മറ്റേതാരാ? നന്ദിനി. ഞങ്ങളെ പറ്റി സംസാരിക്കാൻ എന്താ ഉള്ളത്? നീയും നന്ദിനിയും കൂടി ചേർന്ന് ആ മുറിയിൽ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചതാ. ഇളയമേ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ദാ ഈ ദമയന്തി എങ്ങനെയൊക്കെ പറഞ്ഞേ. ആണോ ചേച്ചി? ചേച്ചി അങ്ങനെ പറഞ്ഞോ? അപ്പോ നീയും നന്ദിനിയും മുറി അടച്ചിട്ട് എന്ത് ചെയ്യുമായിരുന്നെന്നാ ചോദിച്ചത്. നന്ദിനി എപ്പോഴാ എന്റെ റൂമിലേക്ക് വന്നത്? ഒരുപാട് നേരമായിട്ട് നിന്റെ റൂമിലുണ്ടായിരുന്നു, നീ കണ്ടില്ലേ? ഇല്ല, ഞാൻ ബെഡിന്റെ പുറകിൽ ഇരിക്കുമായിരുന്നു. അഖിലേട്ട റൂമിലുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എന്നാലും ഞാനല്ല ഈ വാതിൽ അടച്ചത്. നീ അടച്ചതല്ലടി, ഈ ദമയന്തിയാ അടച്ചത്. നന്നായിട്ടുണ്ട്. രണ്ടുപേരും ഒരു മുറിയിലിരുന്നിട്ട് പരസ്പരം കണ്ടിട്ടില്ലെന്നാണോ? നിങ്ങൾക്കുള്ളിൽ ഒന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞാ ഞങ്ങൾ വിശ്വസിക്കണമല്ലേ? ഞങ്ങള് വിശ്വസിക്കില്ലെന്ന് എല്ലാരും ചേർത്ത് എന്തിനാ ദമയന്തി പറയുന്നേ? ഇവരങ്ങനെയുള്ളവരല്ല. ചെറുപ്പക്കാരല്ലേ വല്യമ്മേ രണ്ടുപേരും? പോരാത്തതിന് അഖിലിന്റെ വിവാഹമോചനം കഴിഞ്ഞതല്ലേ, നന്ദിനിയുടെ മുറച്ചെറുക്കനും ആണല്ലോ. അത് മുതലെടുത്ത് ഭാര്യയും ഭർത്താവും ആവാൻ തീരുമാനിച്ചതാണോ എന്തോ? ദമയന്തി, ഒന്ന് നിർത്തുന്നുണ്ടോ? വായി തോന്നിയൊന്ന് വിളിച്ചു പറയല്ലോ, കേട്ടല്ലോ. നന്ദിനിയുടെ പെരുമാറ്റം അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞതാ. നന്ദിനി അഖിലിനെ ഇഷ്ടപ്പെടുന്നോ എന്തോ? അഖിലിനെ തന്റെ വലയിലാക്കാൻ നോക്കുന്നതാണോ എന്തോ? ചേച്ചി, ദമയന്തി, നീ എന്റെ അനിയത്തിയെ പറ്റി എന്താ വിചാരിച്ചത്? അവള് മര്യാദ ഇല്ലാത്തവളാണെന്നാണോ പറഞ്ഞു വരുന്നത്? എന്ത് കണ്ടിട്ടാ നീ എന്റെ അനിയത്തിയുടെ സ്വഭാവം ശരിയില്ലെന്ന് പറയുന്നത്? നന്ദിനി കല്യാണപ്രായമായ കുട്ടിയാണ്. വായി തോന്നിയത് വിളിച്ച് പറയരുത് ദമയന്തി. അവക്ക് വീട്ടിൽ കല്യാണാലോചനകൾ നടക്കുകയാണ്. ഞങ്ങൾ വിളിച്ചതുകൊണ്ടാ അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. അഖിലിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വിളിച്ചു വരുത്തി. ആവശ്യമില്ലാതെ അവളെ വെറുതെ കുറ്റപ്പെടുത്തരുത്. കുറ്റപ്പെടുത്തലല്ലേ ഇവൾക്കാകെ അറിയാവുന്ന ജോലി. വെറുതെ തെറ്റിദ്ധരിക്കാന്നല്ലാതെ ഇവൾ എന്നാ ഇവിടെ ഒരു നല്ല കാര്യം ചെയ്തത്? അല്ല, എല്ലാരും എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നേ? നിങ്ങള് ഇവരെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു നോക്ക്. ഇവര് പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്ന് ആർക്കറിയാം? നന്ദിനിയോട് എനിക്ക് അങ്ങനെ ഒന്നുമില്ല ചേച്ചി. അവളോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. ആവശ്യമില്ലെന്ന് ഓർന്ന് വിളിച്ച് പറയണ്ട. പാവം നന്ദിനിയും ഞാനും അങ്ങനെ വിവേകമില്ലാത്ത ആൾക്കാരല്ല. ശരി മോനെ, നിങ്ങൾ രണ്ടുപേരും ഒരേ മുറിയിൽ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയതാ. നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തിലല്ലാന്ന് ഞങ്ങൾ ഇപ്പോഴല്ലേ അറിഞ്ഞത്. തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കും. ഇപ്പൊ നീ പറയടി, നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്. നീ നിന്റെ ചേച്ചിയെ പോലെ ഈ വീടിന്റെ മരുമോളാവാൻ നോക്കുകയാണല്ലേടി. ഇനി നീ എങ്ങനെയാകും ഞാനൊന്ന് നോക്കട്ടെ.
ഇത്രയൊക്കെ നടന്നിട്ടും അഖിലേട്ടൻ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ എല്ലാവരോടും എങ്ങനെ പറയും? അങ്ങനെ പറഞ്ഞാൽ ഇവിടെ നടന്നതെല്ലാം സത്യമായിരുന്നു എന്ന് എല്ലാവരും വിചാരിക്കില്ലേ? ഞാൻ മോശക്കാരിയെന്ന് എല്ലാവരും കരുതും. വിഷമിക്കാതെ നന്ദിനി, നിന്നെ പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നന്ദിനി, ദമയന്തി വിവരമില്ല എന്തോ പറഞ്ഞെന്ന് വെച്ച് നീ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. സോറി നന്ദിനി, നീ എന്റെ റൂമിലേക്ക് വന്നത് ഞാൻ അറിഞ്ഞതേ ഇല്ല. ഞാൻ കാരണം നീ ഇങ്ങനെ അപമാനിക്കപ്പെട്ടു. ഐ എം റിയലി സോറി. ഞങ്ങൾക്ക് ഭാവന എങ്ങനെയാണോ അങ്ങനെയാ നിന്നെയും കാണുന്നേ. ഞങ്ങൾക്ക് അഖിലിനെ എന്തുമാത്രം വിശ്വാസമുണ്ടോ അതുപോലെ നിന്നെ വിശ്വാസമുണ്ട്. നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് ആര് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല. ഞങ്ങൾ തന്നെ നിനക്ക് നല്ലൊരു ബന്ധം കണ്ടെത്തി വിവാഹം നടത്തിക്കും. ഇതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ആ ദമയന്തിയിൽ നിന്ന് നീ കുറച്ച് അകലം പാലിക്ക്. അവൾ എന്താ പറയുന്നതെന്ന് അവൾക്ക് തന്നെ അറിയില്ല. നീ വന്നേ. അതല്ല, ഈ ദമയന്തിക്ക് എന്താ പ്രശ്നം? നന്ദിനി ഈ വീട്ടിലെ മരുമകളാകണമെന്നാണോ അതോ ആകാൻ പാടില്ലെന്നാണോ? അവൾ എന്തിനാ ഇതൊക്കെ പ്ലാൻ ചെയ്തത്? ഭക്ഷണം റെഡിയായി, വാ വന്ന് കഴിക്കു ബേബി. എനിക്ക് വിശക്കുന്നില്ല മമ്മി. ആ കുടുംബത്തോടുള്ള ദേഷ്യം എനിക്ക് തീരുന്നില്ല. അവരോടുള്ള ദേഷ്യം നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനോട് കാണിക്കുന്ന എന്തിനാ? നീ ഇപ്പൊ പ്രഗ്നന്റാ ബേബി. സമയത്തിന് ഭക്ഷണം കഴിക്കണം. കഴിക്കാൻ തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും അവരെ ഒരു പാഠം പഠിപ്പിക്കണം. എന്റെ പക തീർക്കണം. പക തീർക്കണമെങ്കിൽ ആദ്യം നീ ജീവനോടെ ഉണ്ടാവണം. മഹാഭാരതത്തിൽ കൗരവർക്ക് പകരം വീട്ടാനായി ശകുനി അവർക്ക് ഓരോ ഉരുള ഭക്ഷണം കൊടുക്കുമ്പോഴും അത് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നീയും അത് സാധിച്ചെടുക്കണം. നിനക്ക് ജീവനാംശം തരാത്ത അബിക്കും വസുവിനും നേരെയും നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയ കുടുംബത്തിനു നേരെയും എനിക്ക് അടങ്ങാത്ത ദേഷ്യമുണ്ട്. പക്ഷേ ഇപ്പൊ നമ്മുടെ സമയം ശരിയല്ല. നമുക്കും എന്തെങ്കിലും ഒരു ദിവസം വരും. അന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന അടി അതവർക്ക് താങ്ങാൻ പറ്റാത്തതായിരിക്കും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കാം. എന്നെ കൊണ്ട് കഴിയുന്നില്ല മമ്മി. എത്രയും പെട്ടെന്ന് അവരെന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇതിൽ ധൃതി പിടിക്കാൻ പാടില്ല. ഇപ്പൊ എടുത്തു ചാടുകയല്ല, സൂക്ഷിച്ച് പെരുമാറുകയാ വേണ്ടത്. എത്ര നാളെന്ന് വെച്ച് അഖിൽ ഇങ്ങനെ വെറുതെ ഇരിക്കും? എന്നെങ്കിലും ഒരു ദിവസം ബിസിനസ്സും ജോബും ഒക്കെ നോക്കണമല്ലോ. അന്നെങ്ങനെ അവൻ ജീവനാംശം തരില്ലെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. ഞാൻ ജീവനാംശം മാത്രമല്ല ചോദിക്കുന്നത് മമ്മി. എന്നെ അപമാനപ്പെടുത്തിയവരുടെ ജീവനും അപകടത്തിലാവണം. എനിക്കറിയാം ബേബി. എങ്ങനെയെങ്കിലും നിന്നെ വീണ്ടും ആ വീട്ടിലേക്ക് ഞാൻ എത്തിച്ചിരിക്കും. അവരുടെ സ്വത്തെല്ലാം നിനക്ക് കിട്ടുന്ന വിധത്തിലാക്കും. പിന്നെ അവർ ഭിക്ഷയെടുക്കേണ്ടി വരും. അവർ വിശന്ന് ചാവുന്നത് നിനക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നടക്കുമോ മമ്മി? സ്ത്രീകളെ അപമാനിച്ച വലിയ വലിയ രാജാക്കന്മാര് വരെ മരിച്ചു മണ്ണോടടഞ്ഞുപോയി. നിന്നെ അപമാനിച്ച ആ അഖിലും അഭിരാമും ഉറപ്പായും തകർന്നടിഞ്ഞു പോവും. അവരുടെ നാശം നിന്റെ കയ്യിലാണുള്ളത്. അതുവരെ നീ ജീവനോടെ ഉണ്ടാവണം. ശരി മമ്മി. മമ്മി പറയുന്നത് പോലെ ഞാൻ വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് എന്നെ ആ വീട്ടിലേക്ക് അയക്കണം. മുഴുവൻ സ്വത്തും കൈക്കലാക്കി ആ വീട്ടിലുള്ളവരെ ഓടിക്കണം. അതിനുള്ള വഴി ഉണ്ടാക്കാം. കുറച്ച് വെയിറ്റ് ചെയ്യേ. നല്ല സമയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അവസരം കിട്ടുമ്പോൾ അവരെ തകർക്കണം. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്തതുപോലെ. വാ, വന്ന് ഭക്ഷണം കഴിക്കുക. സ്കൂളിൽ വെച്ച് നിന്നെ തല്ലിയ പയ്യന്റെ വീട് ഇതാണോ? അതെ അച്ഛാ. അവന്റെ പേരെന്താടാ? കിട്ടു. കിട്ടു, 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 ഇറങ്ങി വടയോട്. ആരാ നിങ്ങള് എന്റെ മോനെ എടാ പോടാന്നൊക്കെ വിളിക്കുന്നേ? ഓഹോ, കിട്ടു നിന്റെ മകനാണോ? അതെ. നിങ്ങളാരാ? അയ്യോ,
ഇവൻ വീട്ടിലേക്ക് വന്നല്ലോ, അതും അവൻ്റെ അച്ഛനും അമ്മയും കൂട്ടി. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? സ്കൂളിൽ വെച്ച് നിങ്ങളുടെ മോൻ എൻ്റെ മോനെ തല്ലിയിരിക്കുക. നിങ്ങളുടെ മോനെ വിളിക്ക്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? എന്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ സ്കൂളിൽ പോയി പഠിക്കുന്നതല്ലാതെ മറ്റുള്ളവരെ മാറ്റി വഴക്ക് കൂടാറില്ല. ശരിയാ, അവനൊരു വിവേകാനന്ദനും നീ ഒരു മദർ തെരേസേ. ഇളയമേ ഒന്ന് മിണ്ടായിരിക്കും. സാർ, ഞങ്ങളുടെ കിട്ടു അങ്ങനെ ഒന്നും ചെയ്യില്ല. അടിച്ചെന്നാ എന്റെ മകൻ പറയുന്നത്. വേണമെങ്കിൽ നിങ്ങളുടെ മകനെ വിളിച്ച് ചോദിക്കേ. കിട്ടു, കിട്ടു, ഏയ് എവിടെയാടാ നീ? ഇങ്ങോട്ട് വാ. കിട്ടു, നീ ആ കുട്ടിയെ അടിച്ചായിരുന്നോ? ഇല്ല അങ്കിളെ. ഇവൻ അടിച്ചു അങ്കിൾ. ഉണ്ണിയും കണ്ടോണ്ടിരുന്നതാ. വേണമെങ്കിൽ അവനോട് ചോദിച്ചു നോക്ക്. എന്താ ഉണ്ണി, കിട്ടു ആ പയ്യനെ അടിക്കുന്നത് നീ കണ്ടോ? അത് അമ്മ, അത് കിട്ടുചേട്ടൻ. ഉണ്ണി, സത്യം പറ. അടിച്ചു വച്ചാ ഞങ്ങളും കണ്ടു. അതെ, അടിച്ചു. ക്ലാസ്സിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് അത് ചെയ്തത്. എല്ലാരും കണ്ടു. കേട്ടില്ലേ, നിങ്ങളുടെ മക്കള് തന്നെ പറയുന്നു. ഇപ്പൊ എന്താ പറയുന്നേ? ദാ നോക്ക്, അവര് വേണമെന്ന് വെച്ച് എന്റെ കൊച്ചിന്റെ പുറത്ത് കുറ്റം ചുമത്തുക. എന്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്റെ കുട്ടികൾ കള്ളം പറയില്ല ദമയന്തി. ഞാൻ അങ്ങനെയല്ല അവരെ വളർത്തിയത്. അങ്ങനെയെങ്കിൽ ഞാൻ എന്റെ മോനെ റൗഡിയായിട്ട് വളർത്തിന്നാണോ പറയുന്നേ? അതിന് പ്രത്യേകിച്ച് പറയണമെന്നുണ്ടോ? നിന്റെ സ്വഭാവമല്ലേ നിന്റെ മോനും വരൂ. പറഞ്ഞോളൂ, എല്ലാവരും എന്നെയും എന്റെ മോനെയും കുറ്റം പറഞ്ഞോളൂ. തെറ്റ് ചെയ്തില്ലെങ്കിലും ശിക്ഷ അനുഭവിക്കാൻ ഞങ്ങൾ ഇവിടെ ഗതിയില്ലാതെ വന്ന് കിടക്കുമല്ലേ? ദമയന്തി, ഒരു നിമിഷം നിൽക്ക. കിട്ടോ, കള്ളം പറയാതെ സത്യം എന്താണെന്ന് പറയും. നീ ആ പയ്യനെ അടിച്ചോ ഇല്ലയോ? അത് അങ്കിളെ, അത് പിന്നെ പറയാൻ. ഞാൻ അടിച്ചിരുന്നു അങ്കിളെ. എന്തിനാണ് അടിച്ചത്? അവൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചിരിക്കും. അതിനാ കിട്ടു അവനെ അടിച്ചത്. നിന്നോട് മിണ്ടായിരിക്കല്ലേ പറഞ്ഞേ? നീ പറയ കിട്ടു, അവൻ എന്തിനാ അടിച്ചേ? ഞാൻ പോകുമ്പോ എന്റെ എതിരെ നടന്നു വന്നു. എന്നിട്ട് അവൻ എന്നെ നോക്കി ചിരിച്ചു. അതുകൊണ്ടാ എനിക്ക് ദേഷ്യം വന്ന് അവനെ ഞാൻ അടിച്ചത്. കള്ളം പറയാച്ചാ, ഈ കിട്ടു ഉണ്ണിച്ചേട്ടന്റെ ലെൻസ് താഴെ കളഞ്ഞു. ചേട്ടൻ വിശന്നിരിക്കാൻ വേണ്ടിയാ കിട്ടു അങ്ങനെ ചെയ്തേ. ഞങ്ങൾ ഏട്ടൻ്റെ കൂടെ ലഞ്ച് ഷെയർ ചെയ്ത് കഴിച്ചു. അതുകൊണ്ടാണ് കിട്ടുവിന് ദേഷ്യം വന്ന് ആ ചേട്ടനെ അടിച്ചത്. എന്താ ഉണ്ണി, ഇതാണോ നടന്നത്? അതെ അച്ഛാ. ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഇനി ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഐ എം വെരി സോറി. നിങ്ങൾ പോയിക്കോളൂ. കുഞ്ഞിലെ കിട്ടുന്ന ശീലം മരണം വരെ കാണൂന്നാ പറയാറ്. കിട്ടുവിന്റെ ഭാഗത്തുനിന്ന് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. ഇനി ഇത് ആവർത്തിച്ച ഞാൻ വെറുതെ ഇരിക്കുന്നു വിചാരിക്കണ്ട. ഇനി നീ ക്ലാസ്സിലിരുന്ന് മര്യാദയ്ക്ക് പഠിച്ച് ഫൈനൽ എക്സാമിന് പാസ്സായില്ലെന്നുണ്ടെങ്കിൽ
ഞാൻ നിന്നെ വേറെ സ്കൂളിൽ കൊണ്ട് ചേർക്കും. ചെറിയ കുട്ടിയല്ലേ, അറിയാതെ എന്തോ തെറ്റ് ചെയ്തു പോയതാ. ക്ഷമിച്ചു വിടാതെ എന്റെ മോന്റെ പഠിത്തം നിർത്തുവോ ചേട്ടാ? കിട്ടുവിന്റെ പഠനം നിർത്തുമെന്നല്ല അഭി പറഞ്ഞത് ദമയന്തി. അവനെ വേറെ സ്കൂളിലേക്ക് മാറ്റാന്നാ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ നല്ല നല്ല സ്കൂളിൽ പോയി പഠിക്കണം, എന്റെ മകൻ മോശമായ സ്കൂളിൽ പഠിക്കണമെന്നോ? എല്ലാം അത്രേ ഉള്ളൂ. എന്റെ ജീവിതം ഇങ്ങനെയായി നിങ്ങളുടെ കാൽക്കീഴി വന്ന് കിടക്കുമല്ലേ. നിങ്ങൾക്കൊന്നും എന്നെ ഒരു വിലയും ഇല്ല. നിങ്ങൾ തരുന്നത് കഴിക്കണം, നിങ്ങൾ ചീത്ത വിളിച്ചാൽ കേൾക്കണം, നിങ്ങൾ എന്ത് പറയുന്നു അത് തന്നെ ചെയ്യണം. എന്താ ദമയന്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിങ്ങൾക്ക് എന്താ ഇവിടെ കുറവുള്ളത്? കുട്ടികളുടെ വഴക്കിന് വേണ്ടി നമ്മുടെ അഭി യാതൊരു പരിചയവും ഇല്ലാത്ത ഒരാളോട് സോറി പറഞ്ഞിരിക്കുന്നു. നോക്ക്, ഈ പിള്ളേര് കള്ളം പറഞ്ഞതുകൊണ്ടാ അഭിചേട്ടൻ അവരോട് സോറി പറയേണ്ടി വന്നത്. വല്യമ്മേ, എന്റെ കുട്ടികൾ കള്ളം പറയില്ല ദമയന്തി, അവര് സത്യം മാത്രമേ പറയുള്ളൂ. അതെ ചേച്ചി, ശരിയാ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, അതുകൊണ്ടാ നിങ്ങൾ കൊട്ടാരത്തിൽ കഴിയുന്നേ. നിങ്ങളുടെ കുട്ടികളെ നല്ലവണ്ണം വളർത്തിയത്. ഞങ്ങള് കുടിലൊക്കെ കഴിഞ്ഞവരല്ലേ, അതാ എന്റെ പയ്യനെ റൗഡിയായിട്ട് വളർത്തിയത്. അതല്ലേ പറഞ്ഞത്? ദമയന്തി, വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കരുത്. വസു ആ ഉദ്ദേശത്തോടെ പറഞ്ഞതല്ല. കിട്ടു ചെയ്തത് തെറ്റാണ്. അതെ ചേട്ടാ, അതെ, ഞങ്ങൾ എന്ത് ചെയ്താലും തെറ്റാ. എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോയപ്പോ ഞാൻ എന്റെ മകനെയും കൂട്ടി ഇങ്ങോട്ട് വന്നില്ലേ, അതാണ് തെറ്റ്. എന്ത് ചെയ്യാനാ, എന്റെ തലയിലെടുത്ത് ഇങ്ങനെ ആയിപ്പോയി. എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ കഷ്ടം ഉണ്ടാവുമായിരുന്നോ? ഇങ്ങോട്ട് ഓടാ കുരുത്തം കിട്ടവനെ. നീ കാരണോ ഇങ്ങനെയൊക്കെ. എന്നോട് ഞാൻ എത്ര നാളും പറഞ്ഞിട്ടുണ്ട്, എല്ലാം നമ്മുടെ സമയദോഷമാ. ഓടാ ഇങ്ങോട്ട്, നീ നടക്കണം, ഈ ജന്മത്തിൽ നീ മാറില്ല. അമ്മേ. എടാ കിട്ടു, എന്തിനാ ആ പയ്യനെ അടിച്ചത്? ഞാൻ അടിച്ചില്ല അമ്മേ. നീ അടിച്ചില്ലെങ്കിൽ അവരെന്തിനാ വീട് അന്വേഷിച്ച് വരുന്നത്? അവര് കള്ളം പറയണം അമ്മേ. അതെ, നീ ഒരു വലിയ ഹരിചന്ദ്രനല്ലേ, നിന്റെ വായിന്ന് സത്യം മാത്രമേ വരൂ. എന്റെ മകനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചുമ്മാ ഇരിക്കില്ല കുഞ്ഞമ്മേ. നീ എന്നെ എന്ത് ചെയ്യുന്നടി? നീ എങ്ങനെയാണോ നിന്റെ മകനും അതുപോലെ തന്നെയാ. നിനക്കില്ലാത്ത അറിവ് നിന്റെ മോൻ എങ്ങനെ വരാനാ? ആട് ചെളിയിലേക്ക് ഇറങ്ങുമ്പോ ആട്ടിൻകുട്ടി വയലിലേക്ക് പോവില്ലല്ലോ. എന്താ ആട് കുട്ടി എന്നൊക്കെ പറയുന്നേ? അതേടി, നീ ഈ വീടിനകത്ത് പ്രശ്നം ഉണ്ടാക്കുമ്പോ നിന്റെ മോൻ വീടിന് പുറത്താ പ്രശ്നം ഉണ്ടാക്കുന്നേ. സത്യം പറഞ്ഞ ഇവനെ കണ്ടാ പഠിക്കുന്നവനാന്ന് പറയോ? 2 എരുമയെ വാങ്ങിക്കൊടുത്താ അവറ്റോടെ നന്നായിട്ട് മേച്ചോണ്ട് നടന്നോളും. അത് വാങ്ങിക്കൊടുക്കടി. എന്താ എന്റെ മോൻ പഠിക്കില്ലെന്നാണോ പറയുന്നേ? അവൻ നന്നായിട്ട് പഠിക്കോ ഇല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നേ? അങ്ങനെയാണോ? എന്നാ 7 നെഞ്ചോടി എന്ന് പറഞ്ഞേ നോക്കട്ടെ. പറഞ്ഞോടാ. പറയടാ കിട്ടു, നീ പറ. അത് പിന്നെ അമ്മേ. ആ എന്താടാ 7 നെഞ്ചോടി നിനക്കറിയില്ലേ? എന്തുകൊണ്ടറിയില്ല? എന്നാ പറടാ, പറടാ. പറഞ്ഞുതരാം കേട്ടോ. പറ പറ. 7 1 7 7 2 14. കണ്ടില്ലേ കണ്ടില്ലേ അവൻ എങ്ങനെയാ പറയുന്നേന്ന്. പിന്നെന്താ പ്രശ്നം? ബാക്കിയുള്ളതോട് പറയാൻ പറ. 7 3 24 7 4 20. നിർത്തടാ നിർത്തടാ. 7 ഗുണം 3 എത്രയാടാ? 24. 7 4 40 7 10 50 ആണല്ലേ? 7ന്റെ 5 പടി പോലും നിനക്കറിയില്ല അല്ലേടാ? ഇവൻ എങ്ങനെ നന്നാവാനാടി? ഇവൻ പരീക്ഷയ്ക്കൊന്നും പാസ്സാവില്ല. ആടിനെ മാടിനെ നോക്കാന്നല്ലാതെ ഇവന് വേറെ ഒരു പണിയും പറഞ്ഞിട്ടില്ല. നാട്ടിലേക്ക് പോയി വേഗം ആ പണി ചെയ്യാൻ നോക്ക്. എന്താ എന്റെ മകനെ പറ്റി ഇങ്ങനെയാണോ പറയുന്നത്? നിങ്ങൾ അടുക്കളയിൽ പോയി കട്ടിയായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കേ. അങ്ങനെയൊക്കെ നീയാണ് ചെയ്യുന്നത്. അമ്മയ്ക്കൊരു പണിയും ഇല്ല, മോനെ പഠിത്തത്തിലൊരു ശ്രദ്ധയില്ല. 2 പേര് ഈ വീട്ടിൽ താമസിച്ചോണ്ട് ഒരു പണിയില്ലാതെ വയറ് നിറച്ചോണ്ടിരിക്കുന്നു. ചേച്ചേ, ഇതൊക്കെ എന്തൊരു ജീവിതമാ. ഇങ്ങനെ വൃത്തിയായിട്ട് ജീവിതം ജീവിക്കാതെ എങ്ങനെങ്കിലും പോയി ചാവുന്നാ നല്ലത്. അവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തിയല്ലോടാ. സോറി അമ്മേ. നാട്ടില് വഴക്കുണ്ടാക്കിയിട്ട് പഠിത്തം കളഞ്ഞോണ്ടാ നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. ഇവിടെ വന്നിട്ട് നീ അത് തന്നെ ചെയ്യുന്നല്ലോടാ. ഇങ്ങനെ പോയ നീ എങ്ങനെയാടാ നന്നാവുന്നത്? ഇല്ലമ്മേ, ഞാൻ നന്നായിട്ട് പഠിക്കും. വഴക്കൊന്നും ഉണ്ടാക്കില്ല അമ്മേ.
ഇതാ നോക്ക്, നീ എന്ത് ചെയ്യുന്നു എനിക്ക് അറിയണ്ട. നന്നായിട്ട് പഠിച്ച് നാളെ പരീക്ഷ പാസ്സായിട്ട് ആ സ്കൂളിൽ തന്നെ ഉണ്ടായിരിക്കണം. ഉണ്ടായിരിക്കും അമ്മേ. അമ്മയ്ക്ക് നല്ല പേര് വാങ്ങിച്ചു തരും. എല്ലാരും എന്നെ പുകഴ്ത്തുന്നത് പോലെ ഞാൻ നടക്കും. ആ, ആരും നമ്മളെ വഴക്ക് പറയാതിരുന്നാ മതി. ആദ്യം പോയി പഠിക്കാൻ നോക്ക്. ആ, പഠിച്ചാലും എനിക്കൊന്നും ഓർമ്മയുണ്ടാവൂല. ആ, നാളെ കോപ്പി അടിച്ച് എക്സാമിനേഷൻ പാസ്സാകാം. ഇന്ന് തന്നെ പേപ്പർ റെഡിയാക്കി വെക്കാം. ആ, എന്താ ഇവര് സ്കൂളിൽ പോവാൻ റെഡിയായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കിട്ടു ഇപ്പോഴാണോ എഴുന്നേറ്റ്? ഇല്ല ആന്റി, ഞാൻ എഴുന്നേറ്റിട്ട് ഒരുപാട് നേരമായി. പിന്നെന്താ റെഡിയാകാത്തത്? ഇന്ന് തൊട്ട് ഫൈനൽ എക്സാം തുടങ്ങുകയല്ലേ? ശരിയാണല്ലോ. രാത്രി പുസ്തകം തുറന്നപ്പോൾ തന്നെ ഉറക്കം വന്നു. ഇത്ര നേരം ഉറങ്ങുകയും ചെയ്തു. നീ എക്സാമിനുള്ളതെല്ലാം നന്നായി പഠിച്ചു കിട്ടു. ആ, നല്ലോണം പഠിച്ചു ആന്റി. രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ചു. ശരി, പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വാ. സ്കൂളിൽ പോകാൻ ടൈം ആയില്ലേ? ആ, ഞാൻ ഇപ്പൊ വരാം ആന്റി. അമ്മേ, ഞാൻ എക്സാമിനേഷനിൽ പാസ്സായില്ലെങ്കിലേ അങ്കിൾ എന്നെ വേറെ സ്കൂളിലേക്ക് അയക്കുമെന്നാ പറഞ്ഞേ. ഞാൻ എങ്ങനെയെങ്കിലും പാസ്സാവും. ഇതെല്ലാം യൂണിഫോമിന്റെ അകത്ത് കയറ്റി മറച്ചു വെക്കാൻ നോക്കണം.